Hi, Assalamualaikum. Good morning. Welcome back to ZAIN's Wonder World. ഇന്ന് എനിക്ക് കുറച്ച് ക്രാബ് കിട്ടി. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ക്രാബ് പെപ്പർ ഫ്രൈ തയ്യാറാക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ ZAIN's Wonder World നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നും നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കിലോയോളം ഞണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് 2 കിലോയോളം ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞപ്പോൾ 1.5 കിലോ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതിനനുസരിച്ചുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. 3 വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. ഇതിങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം, കാരണം റോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളി വലുതായി കാണരുത്. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം ഞണ്ട് എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ 4 പച്ചമുളകും ഒരു 8-9 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. പിന്നെ മസാലകളായിട്ട് വേണ്ടത് ഫിഷ് മസാല 1 സ്പൂൺ, പെപ്പർ പൗഡർ 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ നല്ല ഫ്രഷ് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം. അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ഉപയോഗിക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണിത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ്, 3 വലിയ തക്കാളി ചെറുതായി മുറിച്ച് വെച്ചതാണ്, ഉപ്പ്, വെളിച്ചെണ്ണ. നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഞണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല, ഹാഫ് കുക്കായാൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഞണ്ട് ഇവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയിലേക്കുള്ളത് നോക്കാം. ഇതവിടെ കുക്കായി വരട്ടെ. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നാടൻ രീതിയിൽ തയ്യാറാക്കുമ്പോൾ തീർച്ചയായും മൺചട്ടി തന്നെ ഉപയോഗിക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം. അതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ശേഷം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇത് തീർത്തും ഓപ്ഷനിലാണ്. ഇനി ഇതൊന്ന് ചെറുതായി വാടി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളിയും കൂടെ ചേർക്കാം. ഇന്ന് എനിക്ക് തീരെ സുഖമില്ലാതെയാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. കുറച്ച് ദിവസം ഞാൻ കുറച്ച് മഞ്ഞ് കൊണ്ടിരുന്നു രാത്രി. അപ്പോൾ കഴുത്തിന് നീരിറങ്ങി കഴുത്തെനിക്ക് തിരിക്കാൻ വയ്യ. പക്ഷേ എനിക്ക് ഞണ്ട് കിട്ടിയപ്പോൾ ഇതൊന്ന് തയ്യാറാക്കണം എന്ന് തോന്നി. കാരണം എൻ്റെ അസുഖം മാറുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് ഞണ്ട് കിട്ടണം എന്നില്ല. ഇവിടെയൊക്കെ ഞണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെൻ്റെ നാട്ടിൽ ശാലിയത്ത് പോയപ്പോൾ കൊണ്ടുവന്നതാണ്, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് ഇതൊന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം എന്ന് തോന്നി, അതുകൊണ്ട് തയ്യാറാക്കിയതാണ്. കഴുത്ത് തിരിക്കാനേ എനിക്ക് വയ്യ. ഇപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് 3 വലിയ ഉള്ളിയാണ്. ഇത് നല്ല ചെറുതായി തന്നെ അരിഞ്ഞെടുക്കണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ക്രാബ് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ളി വലിയ കഷ്ണങ്ങളായി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു ഭംഗി കുറവാണ്, എല്ലാം ഒന്നും ഉണ്ടായിട്ടല്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ക്രാബിൽ ഓൾറെഡി കുറച്ച് ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. പിന്നെ പൊരിക്കാനും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി വേണം ചേർക്കാൻ. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ.
ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല. ഇതിൽ ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി ഫ്രൈ ചെയ്തെടുക്കുന്നതിലേക്ക് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കാരണം പെപ്പർ ക്രാബ് ആയതുകൊണ്ട് പെപ്പറിൻ്റെ രുചി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത്. ഗരം മസാല, പെരിഞ്ജീരകം ക്രഷ് ചെയ്തത്, കുരുമുളക് അവസാനം ചേർക്കാം. ഇവയെല്ലാം ചേർത്ത് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ സിമ്മിലിടണം. മസാലകളൊക്കെ ചേർക്കുമ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി മിക്സായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. അതുവരെ ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ വേണമെന്ന് ഈ സമയത്ത് നോക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി മിക്സായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രാബ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാതെയും ക്രാബ് ചേർക്കാം കേട്ടോ. ഞാൻ ഇത് ഇങ്ങനെ ചേർക്കാൻ കാരണം ഞണ്ട് തനിയെ ഫ്രൈ ചെയ്യാതെ ഇതിലേക്ക് ഇട്ടാൽ അധികം വെള്ളം ഇറങ്ങും. ഇതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലും എല്ലാം കൂടെ ആവുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒരുപാടാവും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്തത്. ഫ്രൈ ചെയ്യാതെയും ചേർക്കാം. പിന്നെ ചട്ടിയിൽ ഉണ്ടാക്കാനുള്ള കാരണം നാടൻ രീതിയിൽ തയ്യാറാക്കുക എന്നുള്ളത് മാത്രമല്ല, ക്രാബ് ഇതിന് ഷാർപ്പ് എഡ്ജസൊക്കെ ഉള്ളതുകൊണ്ട് നോൺ സ്റ്റിക്കിൽ ഇട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ചട്ടിയിൽ തയ്യാറാക്കിയത്. ഇനി ഇതൊന്ന് നന്നായി മിക്സായി വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് തേങ്ങാപ്പാലും കുരുമുളകും ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ കൂടി ചേർത്ത് തേങ്ങാപ്പാലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ കൂടി ചേർക്കുമ്പോഴേ ഇതിന് ടേസ്റ്റ് നന്നായി വരികയുള്ളൂ. ഗ്രേവി വേണ്ടാത്തവർക്ക് ഇതിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം. ഇത് നന്നായി മിക്സായി കുറച്ചൊന്ന് വറ്റി വരട്ടെ. തേങ്ങാപ്പാൽ ക്രാബിനിലേക്കൊക്കെ കടന്ന് നന്നായിട്ട് മിക്സായി വരണം. ഇതിലേക്ക് പുളി ചേർക്കേണ്ടവർക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞണ്ടിലേക്ക് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഒരു കഷ്ണം കൂടി ചേർത്ത് കൊടുത്താൽ, പുളി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂണോളം മതി. ഇനി സെർവ് ചെയ്യാം. അപ്പോൾ ഇതവിടെ നല്ല അടിപൊളി ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.